ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം കുറേ നാളായിട്ടോ ഞാൻ ഈ ആരി വർക്കൊന്ന് പഠിച്ചെടുക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു മാസം കൊണ്ട് ഞാൻ ചെറിയ വർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നീഡിൽ പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. നോർമൽ വർക്കിനെക്കാട്ടിലും ആരി വർക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് അതൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. മുൻപ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചെറിയ വർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ബ്ലൗസിലൊന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം ബ്ലൗസിൻ്റെ മെയിൻ മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ക്ലോത്തിന് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏതാണ് നെക്ക് റൗണ്ട് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്തതിന് താഴെയായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ആ രണ്ടാമത്തെ ലൈനിൽ കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ റൗണ്ട് ഗ്ലാസ് ബീഡ് ഗോൾഡൻ കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾക്ക് 2 ലെയറായിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലുള്ള സീക്വൻസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ 3 ഫ്ലവറാണ് ഇവിടെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അതായത് നമ്മളൊരു റൗണ്ട് വരച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റുമായിട്ടാണ് ഈ സീക്വൻസ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ടൊരു യെല്ലോ കളറിലുള്ള ഒരു ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ഫ്ലവർ. ഈ ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര പെർഫെക്ഷനൊന്നും ഇല്ല. കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ആരി വർക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നല്ലൊരു ആഗ്രഹമാണ് ഇതൊന്ന് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ളത്. അതായത് നോർമൽ സ്റ്റിച്ചിങ്ങിനേക്കാളും നല്ല പെർഫെക്ഷനാണ് കേട്ടോ ആരി വർക്കിന് കിട്ടുന്നത്. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കെട്ടിട്ട് കൊടുക്കാനാണ് കുറച്ച് പ്രയാസമായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ 3 ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് കട്ട് ബീഡ്സ് ഗ്രീൻ കളറിലുള്ള കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ലീഫ് ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലവറും ലീഫും നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്തെടുത്തു. പിന്നെ ആ സ്റ്റെമ്മ് മാത്രം ആ ഒരു റൗണ്ടിൽ ചെയ്തില്ലേ, അതാണ് ഞാൻ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്തെടുത്തത്. പിന്നെ ആ ഫ്ലവറിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റെമ്മ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ആരി നീഡിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുഞ്ഞു ബൂട്ടാസ് വർക്കൊക്കെ ആരി നീഡിൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ ചെയ്താൽ മാത്രമേ ഇതിന് നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്തെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ കുറച്ച് വർക്കൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അങ്ങനെ ചെയ്താണ് നീഡിൽ പിടിക്കാൻ വരെ പഠിച്ചത്. ഇതാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ വലിയ പെർഫെക്ഷനൊന്നുമില്ല. ഇതൊക്കെ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ബ്ലൗസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.